അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ആ ഗെയിമിൻ്റെ പാർട്ട് 2 ആണ് മഞ്ഞയിൽ കുഞ്ഞ്, അതായത് ദ ബേബി നിൻലോ. അപ്പോൾ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ സബ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിൽ ഔട്ട് വാച്ച് TV എന്നാണ് നമ്മളിത് പറഞ്ഞത്. സെറ്റിൽ ബേബി. ഓഹ്, ഈ നാശം പിടിച്ച ഇറക്കനെ കൊണ്ട് വലിയ കഷ്ടമാണല്ലോ ഗൈസ്. ചിച്ചിടുവാവേ, എന്തോ പറ്റി? ഇത്രയല്ലേ? അപ്പം നമ്മൾ കഴിക്കാൻ മെല്ലെ നോക്കാനാന്ന് പറയുന്നത്. ആഹാ, നല്ല പറ്റിയ സമയം. പ്രേതത്തിൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ വീട്ടിലെ ഫുഡും കൂടെ ഉണ്ടാക്കാം. ചീസി ടോസ്റ്റ്. ഇതൊക്കെ എന്ത് മുട്ട ആണോ? ടോസ്റ്റ്. ബ്രെഡ് എടുക്കുക. ഇല്ല, പൊട്ടി. ഇത് വെക്കുക. മുട്ട എടുക്കുക. അടിപൊളി. ഇത്ര മതിയായിരിക്കും. എന്തോ തക്കാളി, ഇവിടെ തക്കാളി. ചീസ്. ഇതും വെച്ചു. ഇനി അതങ്ങോട്ട് വെക്കുക, അടയ്ക്കുക. ഷെഫ് ഗൗതം ഗൈസ്, ഷെഫ് ഗൗതം. വാട്ട് ദ ഗൈസ്, ഈ മോനെ ഫീഡ് മീ. ഞാനെന്തോ കൊടുക്കാനാ? പാല് വേണോ? എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ. പിഴച്ച ഇറക്കം കിടന്ന് കരയുന്ന കേസ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യണ്ടേ? ഇങ്ങോട്ടോ? ലോക്ക്ഡ്. നമ്മളെന്തോ ഇപ്പം ചെയ്യണ്ടേ? ഇതാണോ? ലോക്ക്ഡ്. ഇവിടെ കള്ള വാഴ. നീ എന്തോ നിനക്കെന്ത് പ്രശ്നം? നിനക്ക് തരുന്ന പ്രശ്നമില്ല. പിന്നെ ഇത് കുടിക്കുന്ന എനിക്കൊന്ന് കാണണ്ടേ? ഞാൻ എടുത്തേറി. നീ വെറും വാഴ, നീ പടുവാഴ. നീ വലിയ ഷോണ്. തലയിട്ട് ഇടിക്കും ഞാൻ. ബ്ലഡി ഫൂൾ. നമ്മളെ ഫീഡ് മീൻ ആജ്ഞാപിക്കാൻ വരുന്നു. കൊടുത്തേക്കാൻ ചെറുക്കനില്ലേ? ഇനിയിപ്പം എൻ്റെ കുണപ്പ് തുടങ്ങും ഗൈസ്. ഇനിയാണ് ഗൈസ് ഇതിൻ്റെ കുണപ്പ് തുടങ്ങുന്നേ. നമുക്ക് കൊണ്ടുപോകാം എന്തായാലും. ഇവൻ്റെ കുണപ്പ് എങ്ങാനും കാണിച്ച കുഞ്ഞു ഇനി ഞാൻ ക്ലോസറ്റ് കിട്ടും മുക്കി കൊല്ലും പറഞ്ഞില്ലെന്ന്. മര്യാദക്കായിട്ട് ഇന്നാണ് ഗൈസ്. ഇതെന്ത് തേങ്ങ? എൻ്റെ കുണപ്പ് തുടങ്ങി ഗൈസ്. ഇതെന്തോ പാട്ട് പാടും. ഹലോ,
ഉഫ്. ഈശ്വര, ഇതൊക്കെ എന്തോ സംഭവിക്കുന്നേ. അയ്യോ, ഇത് ഇവിടെ അല്ലല്ലോ, ഇവിടെ അങ്ങാണ്ടല്ലായിരുന്നു. ലോക്കഡ്. ഈ പൊണ്ടാച്ചി മോനെ ഞാൻ എന്തോ ചെയ്യണം? ശൈത്താനെ, പോ ശൈത്താനെ. ആ പഠിച്ച ഇറങ്ങണ്ടേ? പോ ശൈത്താനെ. എൻ്റെ അമ്മയച്ഛനെ എനിക്ക് തോന്നുന്നു ഇതുപോലെ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നു ഇവനെ ഉണ്ടാക്കുന്നതിന്. ഗൈസ്, ബേബിയുടെ കുണപ്പായിരുന്നു ഗൈസ്. എന്തോ ബുക്കൊക്കെ ഇറങ്ങാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സെറ്റിൽ ബേബിയോ? ഇപ്പം എന്ത് ഞാൻ ഇപ്പം ചെയ്യണ്ടേ? ഇവനെന്തോ ചെയ്യണ്ടേ? ഇതോ പൂച്ചക്കുഞ്ഞു മതിയോ? വേണ്ടേ? ആട്ടുംകുഞ്ഞു മതിയോ? പോന്നു. സ്റ്റോറി ബുക്ക് കുറച്ച് പഴയ കഥ പറയാം ഗൈസ്. ഈ പഠിച്ച ഇറക്കനൊക്കെ എങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നു ഗൈസ്? ചെറുക്കന് പറഞ്ഞു കൊടുക്കുന്ന കഥയൊക്കെ കണ്ടു. എന്തോ ചെറുക്കൻ, നീ അവിടെ കസാരയൊക്കെ കൊണ്ടിട്ട് എൻ്റെ അടുത്ത് പല ആവശ്യം പറഞ്ഞിട്ട് ചെറുക്ക അവിടെ കസാര കൊണ്ടിടല്ലെന്ന്. ഗൈസ്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എനിക്കൊരു പിടുത്തവും ഇല്ല. ഗുഡ് നൈറ്റ്. ഇത്ര വലിയ കുഴപ്പം കാണിച്ചിട്ട് ഗുഡ് നൈറ്റ് ഉണ്ട് ഗൈസ്. ഇനി നമുക്ക് നോക്കാം. മോർ ഞാൻ വനത ഗൈസ്, ഈ ബിൽഡിങ് മൊത്തം ബ്ലഡൊക്കെ കൊണ്ട് നിറഞ്ഞ്. ചേഴ്സി പോലെന്നാണോ ഇത് പറഞ്ഞത്? ഗൈസ്, നിങ്ങൾക്ക് ഒരു എന്ന് പറഞ്ഞ ശബ്ദം. ഗൈസ്, നമ്മൾ ഓടേണ്ട ടൈം ആയിട്ടുണ്ട്. ഇങ്ങോട്ടോ? ഒന്ന് ഇങ്ങോട്ടാ? ഇങ്ങോട്ട് ഓടോടോടോട്. എന്തെങ്കിലുമൊക്കെ നെക്കി എവിടെങ്കിലും പോവും ഗായ്സ്. ഇപ്പം നമ്മൾ അടുത്ത ഒരു നൈറ്റിലേക്ക് പോവാണ്. പിഗ്മാൻസ് മാഡ്നസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത നൈറ്റിലേക്ക് പോവാം. ഇത് ഞാൻ പറ്റിയെന്ന് അത്രയും കളിക്കും ഗൈസ്. ബാക്കി ഞാൻ പാർട്ട് 3-ലിടും. അപ്പം ഈ 2 വീഡിയോയുടെ സപ്പോർട്ട് നോക്കിയായിരിക്കും ഗൈസ് പാർട്ട് 3 വരുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ചെയ്യുക ഗൈസ്. പിന്നെ ഈ പിശാചിനെ കൊണ്ട് വലിയ ശല്യമായില്ലോ ഗൈസ്. ആഹാ, നല്ല ഉഗ്രം ഫ്ലാറ്റ്. എന്തിപ്പം ചെയ്യണ്ടേ? ലോക്ക്ഡ്. നമ്മൾ നേരെ പോവാം.
ഈ കൊണച്ച ബേബിയെ കൊണ്ട് വലിയ ശല്യമായല്ലോ ഗൈസ്. എൻ്റെ ബേബി കുഞ്ഞ് താക്കോല് അവൻ ആ പേങ്ങാ കുഞ്ഞെന്ത് കുഞ്ഞാവയല്ലേ. കുഞ്ഞു മോനല്ലേ. ഇത് തക്കിടോ ഇല്ലേ ഗൈസ് നമ്മൾ ഇതിന് എന്തെങ്കിലും ചെയ്യണം. ഇതെന്ത് സാധനം? പിക്കപ്പ് റെക്കോർഡോ ഇങ്ങനെ എങ്ങാണ്ടാണ് ഗൈസ് ചെയ്യണ്ടേ. കഴിവേറി മര്യാദക്ക് താക്കോലോ അടപ്പൂ എടാ ഗൈസ്. ഈ മലരഞ്ഞ വല്ലൊക്കെ ചെയ്യും കേട്ടോ ഗൈസ്. ഒരു മിനിറ്റ്, ഒറ്റൊരു മിനിറ്റ്. എന്തൊക്കെയോ കണ്ടുപിടിക്കണമല്ലോ ഗൈസ്. നോട്ട് പിയാനോ മ്യൂസിക്. ചുമ്മാ അല്ല ഗൈസ്. പിയാനോ മ്യൂസിക് എൻ്റെ ഇടക്കലത്തെ പാകിനെ അവിടെ പോയി കണ്ടുപിടിക്കുക. ഈ പേട്ട് പിടിച്ച് ഇറക്കനെ കൊണ്ട് വലിയ കഷ്ടമായി ഗൈസ്. വേറെ ഒരു വീട്ടിൽ നമുക്ക് പോകാൻ കണ്ടില്ല. ഈ വീട്ടിൽ അവന് പാടിക്കിടുന്ന പാട്ടായിക്കോട്ടെ ശൈത്താൻ എങ്ങനെ ഇരിക്കുന്നു. ആ എന്താ വാഴ ഗൈസ്. അപ്പം എന്തൊക്കെ ഇത് തന്നെ ഗൈസ്. ഇങ്ങനെ പോകണ്ടേ. അപ്പം ഇങ്ങനെ എന്നാ പോവേണ്ടത്. അപ്പം ഇതിനാടി കൂടെ പോയി നമ്മൾ എവിടെയൊക്കെയോ ഗൈസ്. അടിപൊളി എടുക്കടേ. അതില്ലാതെ ഒരു സംഗതി നടക്കില്ല മോനെ. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാൻ അത്രയും കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ പേടിച്ചു പോയി കേട്ടോ. ഞാൻ പേടിച്ചു പോയി. നീവായിട്ടെല്ലാം ഞാൻ വിട്ടതാ. കറണ്ട് ഇല്ലെന്നോ ഗൈസ്. ഇനി ഇവൻ്റെ ഒരു കണക്കോട്ടുണ്ട് ഗൈസ്. നമുക്കറിയാവുന്നറിയത്തില്ല. നീയില്ല ഇതിൻ്റെ ഒരു കണക്കോട്. നമ്മൾ ഇത് തുറന്നു കഴിഞ്ഞ് ഈ പിങ്ക് നമ്മൾ എടുക്കുന്ന സമയത്തായിരിക്കും ഗൈസ് ആ പിശാച് വന്നു കഴിഞ്ഞാൽ അത് എടുത്തോണ്ട് പോകുന്ന ഗൈസ്. അല്ല പിങ്ക് എവിടെ വച്ചേക്കുന്നേ? ഗൈസ് മറ്റേ പിങ്ക് സാധനം എന്ത് ഗൈസ്? കിട്ടി ഗൈസ്.
ഈ പേടിയുടെ നീ എന്തു ചെയ്തെന്നൊക്കെ അറിയോ? അറിയോടാ? പാടുവാഴേ, ഈ പടുവാഴ ഞാൻ മില്ല. ഗൈസ് ഒരു മിനിറ്റ് നീ ഒന്ന് 7 2 3 1 1 ഗൈസ് ഇതൊന്നും അല്ല. 1 7 1 7 ബാക്കി 1 7 4 3 തോന്നുന്നു ഗൈസ്. 1 7 4 3 ഇപ്പൊ കിട്ടി. 1 7 യെസ് ഗൈസ്, ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നീ വെറും ഇതാന്ന് എനിക്കറിയാം. എൻ്റെ കോണപ്പ എൻ്റെ അടുത്താണ്ട് കോണപ്പ എടുക്കുന്ന വാഴ ഈ ഓണപ്പ ഞാൻ കണ്ടിട്ടുള്ള. നീല കേസ് പൊട്ടിച്ച പിന്നെയും കൊണപ്പ് പോകണമെങ്കിൽ അവൻ്റെ നീ 6 പേങ്ങ വെച്ച നോ എസ്കേപ്പ്. നീ ആരേ തീരുമാനിക്കുക? ഇപ്പം എങ്ങോട്ടാണ് നമ്മൾ പോകണ്ടേ? ഡോണ്ട് ലീവ്. പിന്നെ എന്തൊക്കെയോ നടക്ക. തുറക്ക്. എങ്ങോട്ടാ? ഇങ്ങോട്ട് പോ. റൂം എടയും കീ എടുക്ക്. റൂം തുറക്ക്. പോ. നോ എസ്കേപ്പ്. പോ ആഴേ. ചന്ദ്രക്കല ഇതല്ല അതിട്. ഇനി എന്തോ ട്രയാങ്കിൾ ഞാൻ കണ്ട് ട്രയാങ്കിൾ ഇട്. ഗൈസ് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഗൈസ്, ഇത് ഇച്ചിരി ടഫാണ്. ഒരു കളിയും കൂടെ കളിച്ച് നോക്കാം ഗൈസ്. നമ്മളെങ്ങനെയോ തുറന്നിട്ടുണ്ടത്. ഇപ്പോൾ പടുവഴി അങ്ങനെ ഇടയ്ക്ക് കയറി വരുന്നു ഗൈസ്. ലിറ്ററലി ഇത് വളരെ ടഫുള്ളൊരു ഇതുവരെ ഗൈസ്. നമ്മൾ ഇത്രയും വീഡിയോ എടുത്തപ്പം ഇതിൻ്റെ പാർട്ട് 3 വേണം. ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. നിങ്ങളെല്ലാ ചാനൽ സബ് വേണം. ബൈ.